മനുഷ്യസ്നേഹികൾ ഒരുമിച്ചു. മുബിൻ ആര വെന്റിലേറ്റർ സഹായത്തോടെ തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക്. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മുൻ ഫൈനാൻസ് ഡയറക്ടർ നാട്ടിൽ നിര്യാതനായി. റിയാലിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞ ഒരു റിയാലിന് 215 രൂപ 50 പൈസ എന്ന നിരക്കിലെത്തി. നമസ്കാരം, പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സ്ട്രോക്ക് വന്ന് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ യുവതി തുടർ ചികിത്സയ്ക്കായി നാടണഞ്ഞു. തിരൂരുകാരിയായ 22-കാരി മുബിൻ ആരയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒമാൻ എയറിൽ മസ്കത്ത് വഴി വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെത്തിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഏതാനും മാസം മുമ്പാണ് സലാലയിലുള്ള വയനാട് സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് നൌസിന്റെ അടുത്തേക്ക് മുബിൻ ആര വന്നത്. എന്നാൽ കഴിഞ്ഞയാഴ്ച അനുഭവപ്പെട്ട തലവേദനയും ഛർദിയും ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. സുൽത്താൻ ഖാബോസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ സ്ട്രോക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാകുകയും തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടിയും വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ രോഗി വെന്റിലേറ്ററിലുമായി. ഓരോ ദിവസവും ആശുപത്രി ബില്ല് കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. ഇതിനിടെ ചെറിയ പുരോഗതി കണ്ടപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി തുടർ ചികിത്സ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഇതിനു വരുന്ന ഭാരിച്ച ചെലവ് ഇവർക്ക് വിലങ്ങുതടിയായി മാറി. വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സലാലയിലെ എല്ലാ മനുഷ്യസ്നേഹികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയായിരുന്നു. സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയായ ലീഡേഴ്സ് ഫോറത്തിൽ ഇത് ഏറ്റെടുക്കുവാൻ KMCC സലാല ഒരുക്കമാണെന്നും എല്ലാവരും കൂടെ നിൽക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ഏകദേശം 30ഓളം കൂട്ടായ്മകളാണ് ചെറുതും വലുതുമായ സഹായം ഇതിനായി നൽകിയത്. ഏകദേശം 11,000 റിയാൽ ഇതിനായി സ്വരൂപിക്കാനായി. ഇതിൽ 6,000ഓളം റിയാൽ KMCC നേരിട്ട് സമാഹരിച്ചതാണ്. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മുൻ ഫൈനാൻസ് ഡയറക്ടർ നാട്ടിൽ നിര്യാതനായി. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മുൻ ഫൈനാൻസ് ഡയറക്ടർ മാഹീം സ്വദേശിയായ KP മുഹമ്മദ് ബഷീർ മാസ്റ്റർ നിര്യാതനായി. ദീർഘകാലം ഒമാനിൽ പ്രവാസ ജീവിതം നയിച്ച ബഷീർ മാസ്റ്റർ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത്, ഇബ്ര ടെക്നിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് മസ്കത്ത് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. മികച്ച സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന ബഷീർ മാസ്റ്റർ ഇന്ത്യൻ സ്കൂൾ ഇബ്രയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. റിയാലിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞ ഒരു റിയാലിന് 215 രൂപ 50 പൈസ എന്ന നിരക്കിലെത്തി. ഇത് 2 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. സമാനമായ വിനിമയ നിരക്ക് കഴിഞ്ഞ മാർച്ച് 21-നാണ് ഉണ്ടായത്. പിന്നീട് നിരക്ക് വർദ്ധിക്കുകയും ഒരു റിയാലിന് 217 രൂപയുടെ അടുത്തെത്തുകയുമായിരുന്നു. കഴിഞ്ഞ മാസം 17-നാണ് വിനിമയ നിരക്ക് റിയാലിന് 217 രൂപയ്ക്ക് അടുത്തെത്തിയത്. പിന്നീട് ഉയർന്നും താഴ്ന്നും 216 മുതൽ 217 രൂപയ്ക്കും ഇടയിലായി നിൽക്കുകയായിരുന്നു. ബുധനാഴ്ച മുതലാണ് കുത്തനെ താഴുവാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ച ഒരു റിയാലിന് 216 രൂപ 60 പൈസ എന്ന നിലയിലാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയിരുന്നത്. ബുധനാഴ്ച 216 രൂപ 10 പൈസയായി കുറഞ്ഞു. വ്യാഴാഴ്ച 215 രൂപ 75 പൈസയായും വെള്ളിയാഴ്ച 215 രൂപ 50 പൈസയായും താഴ്ന്നു. 5 മാസത്തിനുള്ളിൽ ആദ്യമായാണ് ഒരാഴ്ചയിൽ വിനിമയ നിരക്ക് ഇത്രയും കുറയുന്നത്. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുന്നതാണ് റിയാലിന്റെ വിനിമയ നിരക്ക് കുറയുവാൻ പ്രധാന കാരണം. ഒരു ഡോളറിന് 83 രൂപയാണ് വെള്ളിയാഴ്ചത്തെ വില. വിനിമയ നിരക്ക് കുറയുന്നത് പ്രവാസികൾക്ക് സന്തോഷം കുറയ്ക്കും. മാസാവസാനം അടുത്തതോടെ പ്രവാസികളുടെ ബഹുഭൂരിപക്ഷവും പണം നാട്ടിലേക്ക് അയക്കുന്ന സമയമാണ്. വിനിമയ നിരക്ക് കുറയുന്നത് അവരുടെ പണമയക്കലിൽ ചെറിയ കുറവുണ്ടാക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13-നാണ് വിനിമയ നിരക്ക് വല്ലാതെ താഴ്ന്നത്. ഒരു റിയാലിന് 213 രൂപ 50 പൈസയായിരുന്നു അന്നത്തെ വിനിമയ നിരക്ക്. ചൂട് കനത്തതോടെ ഒമാനിലെ ചെറുതും വലുതുമായ എല്ലാ കളിക്കളങ്ങളിലും ആളൊഴിഞ്ഞു. സ്റ്റേഡിയങ്ങൾക്കും ടർഫുകൾക്കും പുറമെ ചെറിയ കളിക്കളങ്ങളിലും ഇനി കളിക്കാർ എത്താതെയാവും. കെട്ടിടങ്ങളുടെ പാർക്കിങ്ങുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളും എന്തിനേറെ വാദികൾ പോലും വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ കായിക പ്രേമികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. വാരാന്ത്യങ്ങളിലും മറ്റും പ്രഭാതവേളകളിലും ഇത്തരം കളിക്കളങ്ങൾ സജീവമാകാറുണ്ട്. ക്രിക്കറ്റിന് സ്വീകാര്യതയുണ്ടെങ്കിലും ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഫുട്ബോളിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. ഒമാനിൽ നിരവധി തുറന്ന സ്ഥലങ്ങൾ ഉള്ളതിനാൽ ഇവയിൽ പലതും കളിക്കാർ കൈയടക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് കളി കാര്യമായി നടക്കുന്നത് രാവിലെകളിലാണ്. ഏതായാലും ഇത്തരം എല്ലാത്തരം കളികളും വേനൽ കടുത്തതോടെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ വാദികളിൽ നിന്നും മറ്റും കളിക്കാരുടെ ആരവം ഉയരുന്നില്ല. കടുത്ത ചൂട് വന്നതോടെ കളിക്കാരും കാണികളും പിന്മാറുകയാണ്. എന്നാൽ സ്റ്റേഡിയങ്ങളിലും മറ്റും രാത്രികാല കളികൾ നടക്കുന്നുമുണ്ട്. ഇത്രയും ചൂടിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ കളിക്കുന്നത് അപകടം വിളിച്ചു വരുത്തൽ തന്നെയാണ്. കളിക്കളത്തിലിറങ്ങുമ്പോൾ നിർജ്ജലീകരണം അടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കടുത്ത ചൂടിൽ പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകരും പറയുന്നത്. ഒമാൻ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ടർബോ മൂവി ഫാൻ ഷോയും വിജയാഘോഷവും സംഘടിപ്പിച്ചു.
ഒമാൻ അവന്യൂസ് മാളിൽ നടന്ന ഫാൻ ഷോയിൽ ആടുജീവിതം ഫെയിം താലിബ് അൽ ബലൂഷി മുഖ്യാതിഥിയായിരുന്നു. 300-ൽ പരം ആരാധകർ ഈ ഷോയിൽ പങ്കെടുത്തു. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ സുപിൻ ജെയിംസ്, ഓപ്പറേഷൻ ഹെഡ് ബിനോയ് സൈമൺ വർഗീസ്, SR ഫ്രൈഡ് ചിക്കൻ മാനേജിംഗ് ഡയറക്ടർ റിയാസ് എന്നിവർ ചടങ്ങിൽ അതിഥികളായിരുന്നു. മമ്മൂട്ടി ഫാൻ സെക്രട്ടറി ആഷിഖ്, പ്രസിഡന്റ് ഗഫൂർ, പ്രവർത്തകരായ അജിത് സൈൻ, ജേക്കബ് തോമസ് എന്നിവർ ഫാൻ ഷോയ്ക്ക് നേതൃത്വം നൽകി. ഗൾഫ് നാടുകളിലും കേരളത്തിലും എല്ലാത്തരം പ്രേക്ഷകരുടെ ഇടയിലും മികച്ച അഭിപ്രായം നേടി റെക്കോർഡ് കളക്ഷനോടെ വൻ വിജയത്തിലേക്കാണ് ടർബോ നീങ്ങുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.